ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ന്യൂസിലൻഡിനെതിരെയുള്ള മൂന്നാമത്തെ 2020യിലും സഞ്ജു സാംസൺ വീണ്ടും നിരാശപ്പെടുത്തി. ഇന്നലെ 0-ന് പുറത്തായത്. പക്ഷേ ഇന്ത്യക്ക് 8 വിക്കറ്റിൻ്റെ മികവാർന്ന വിജയമാണ് ഇന്നലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും അഭിഷേക് ശർമ്മയും കൂടി സമ്മാനിച്ചത്. ഏകദിന പരമ്പരയിൽ പരാജയപ്പെട്ടതിൻ്റെ ഒരു മധുര പ്രതികാരമാണ് 5 2020 മത്സരങ്ങളുള്ള ഈ പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ഇന്ത്യ ന്യൂസിലൻഡിന് മറുപടി നൽകിയത്. അവസാന 2 മത്സരങ്ങളിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തൻ്റെ തനതായ ഫോമിലേക്ക് തിരിച്ചു വന്നൊരു കാഴ്ചയാണ് ക്രിക്കറ്റ് പ്രേമികൾക്ക് കാണാനായത്. അഭിഷേക് ശർമ്മയുടെ കാര്യം പറയേണ്ടതില്ല. ഓരോ കളി കഴിയും തോറും അപകടകാരിയായി മാറുന്ന ഒരു ബാറ്ററായി മാറിയിരിക്കുന്നു അഭിഷേക് ശർമ്മ എന്നതാണ് സത്യം. ഇന്നലെ മത്സരശേഷം ന്യൂസിലൻഡിൻ്റെ കളിക്കാർ അദ്ദേഹത്തിൻ്റെ ബാറ്റ് പോലും പരിശോധിച്ചു നോക്കുന്ന ഒരു അവസ്ഥയുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 20 പന്തുകൾ നേരിട്ട് അഭിഷേക് നേടിയത് 67 റൺസ്. സൂര്യകുമാർ യാദവ് 26 പന്തുകൾ നേരിട്ട് നേടിയത് 57 റൺസ്. 10 ഓവർ ബാക്കി നിർത്തിക്കൊണ്ടാണ് ന്യൂസിലൻഡ് ഇന്ത്യക്ക് മുന്നിൽ വെച്ച 153 എന്ന വിജയലക്ഷ്യം ഇന്ത്യ മറികടന്നത്. ഈ ഒരു ഫോമിൽ ഇന്ത്യൻ ടീം തുടരുകയാണെങ്കിൽ തീർച്ചയായും വേൾഡ് കപ്പ് ഇന്ത്യക്ക് നേടാനാകും എന്നതിലൊരു സംശയവുമില്ല. എന്നാൽ ഇവിടെ നിരാശപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, മലയാളികളുടെ എന്നല്ല ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ ആരാധനാപത്രമായ സഞ്ജു സാംസൺ ആദ്യ 3 മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇനി സഞ്ജുവിന് അവസരമുണ്ടോ എന്ന് ചോദിച്ചു പോകുന്നു പലരും. തീർച്ചയായും ഒരു അഗ്നി പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് സഞ്ജു സാംസൺ കടന്നു പോകുന്നത്. കാരണം വേൾഡ് കപ്പ് വരാനിരിക്കുന്നു. ഈ ഒരു അവസരത്തിലാണ് ക്യാപ്റ്റനും മാനേജ്മെൻറ്റും സഞ്ജു സാംസണ് ഓപ്പണിങ്ങിന് അവസരം നൽകുന്നത്. തുടരെ പരാജയമായിട്ടും 3 മത്സരങ്ങൾ അദ്ദേഹത്തിന് അവസരം കൊടുത്തു. ഇനി അവസരം ലഭിക്കുമോ? 2 മത്സരങ്ങളാണ് ഈ 2020യിൽ ഇനി ബാക്കിയുള്ളത്. ഒന്ന് 28-നും ഒന്ന് 31-നും. വേൾഡ് കപ്പിന് മുമ്പ് തൻ്റെ ഫോം തെളിയിക്കേണ്ട അവസാന 2 മത്സരങ്ങൾ. പക്ഷേ ആ 2 മത്സരങ്ങൾക്ക് സഞ്ജു സാംസന് 11-ൽ സ്ഥാനം കിട്ടുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതുവരെ അവസരം ലഭിച്ചില്ല എന്നായിരുന്നു പരാതിയെങ്കിൽ ഇപ്പോൾ 3 അവസരങ്ങൾ തുടരെ കിട്ടിയിട്ടും അത് പ്രയോജനപ്പെടുത്താൻ അയാൾക്കായില്ല. ഒരുപക്ഷെ സഞ്ജുവിനെ മുഴുവനായി കുറ്റം പറയാൻ നമുക്കാകില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് അജിങ്ക്യ രഹാനെ പറഞ്ഞത്. ക്യാപ്റ്റനോടും മാനേജ്മെൻറ്റിനോടും അജിങ്ക്യ രഹാനെ പറയുന്നത് ഇപ്രകാരമാണ്: വേൾഡ് കപ്പ് 11-ൽ നിങ്ങൾ ഉണ്ടാകും എന്ന് സഞ്ജുവിന് നിങ്ങൾ വാക്കുകൊടുത്ത് അയാളെ കളിപ്പിക്കൂ. അയാളുടെ ഫോമിലേക്ക് അയാൾ തിരിച്ചെത്തും, ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. സഞ്ജു സാംസൺ കളിക്കുന്ന മത്സരങ്ങളെല്ലാം വേൾഡ് കപ്പ് 11-ന്റെ ആ ഒരു പ്രഷറിൽ തന്നെയാണ്. അയാൾക്ക് കിട്ടേണ്ടത് ഒരു ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം ടീം ക്യാപ്റ്റനിൽ നിന്നും മാനേജ്മെൻറ്റിൽ നിന്നുമാണ് കിട്ടേണ്ടത് എന്ന് അജിങ്ക്യ രഹാനെ തുറന്നു പറയുമ്പോൾ ആ ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കാതിരിക്കാൻ വയ്യ. പക്ഷേ ഇനി അവസരം കിട്ടുമോ എന്നതിൽ സംശയമാണ്. കാരണം പെട്ടെന്ന് സർജറിക്ക് വിധേയനായി ന്യൂസിലൻഡിനെതിരെയുള്ള ആദ്യ 3 2020 പരമ്പര നഷ്ടമായ തിലക് വർമ്മ അവസാന 2 മത്സരങ്ങൾക്ക് തിരിച്ചെത്തുമെന്നാണ് BCCI നേരത്തെ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും അവസാന ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ വിശാഖപട്ടണത്ത് 28-ന് നടക്കുന്ന 4ാമത്തെ 2020 മത്സരത്തിൽ തിലക് വർമ്മ ജോയിൻ ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും സഞ്ജു സാംസന്റെ കാര്യം സംശയമാണ് 11-ൽ ഉണ്ടാവുക എന്നുള്ളത്. കാരണം തിലക് വർമ്മക്ക് പകരക്കാരനായി ആദ്യ 3 മത്സരങ്ങളിലേക്ക് കൊണ്ടുവന്ന താരമാണ് ശ്രേയസ് അയ്യർ. പക്ഷേ ശ്രേയസ് അയ്യർ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അയ്യർക്ക് അവിടെ അവസരം കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇഷാൻ കിഷനെയും സഞ്ജു സാംസനെയും ഒരുമിച്ച് 11-ൽ ഇന്ത്യ ഇറക്കിയിരുന്നത്. എന്നാൽ ഇഷാൻ കിഷാൻ ഏറെക്കുറെ അവിടെ സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സഞ്ജു സാംസന്റെ കാര്യം അങ്ങനെയല്ല. 3 ഇന്നിങ്സുകളും വൻ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ തിലക് വർമ്മ തിരിച്ചെത്തിയാൽ വേൾഡ് കപ്പ് കളിക്കാനുള്ള സ്ക്വാഡിൽ ഉള്ള തിലക് വർമ്മക്ക് തീർച്ചയായും അവസാന 2 മത്സരങ്ങൾക്ക് അവസരം നൽകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വന്നാൽ സഞ്ജു സാംസണാണ് ഏറെക്കുറെ പുറത്താകുന്ന താരം. ആ അവസാന 2 മത്സരങ്ങൾക്ക് സഞ്ജു പുറത്തായി കഴിഞ്ഞാൽ പിന്നീട് വേൾഡ് കപ്പ് 11-ൽ എത്തിപ്പെടുക എന്നുള്ളതും വളരെ പ്രയാസകരമാണ്. ഇനി അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു സഞ്ജു സാംസൺ അവസരം ലഭിക്കാൻ. രഹാനെ പറഞ്ഞതുപോലെ വേൾഡ് കപ്പ് 11-ൽ നിങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ ഉറപ്പ് നൽകിക്കൊണ്ട് ഒരുപക്ഷെ അവസാന 2 മത്സരങ്ങൾക്ക് അവസരം കൊടുത്താൽ സഞ്ജു സാംസൺ ആ സമ്മർദ്ദത്തിൻ്റെ
പിടിവിട്ടുകൊണ്ട് പുറത്തേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനേക്കാൾ സങ്കീർണമായ അവസ്ഥകൾ മറികടന്ന് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ തന്നെയാണ് സഞ്ജു. അത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സഞ്ജു സാംസണിൽ നിന്ന് അത്തരം ഒരു മികച്ച പ്രകടനം അടുത്ത മത്സരങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സഞ്ജു സാംസൺ ഫോം ഔട്ടായി തുടരുമ്പോഴും ചെന്നൈ സൂപ്പർ കിങ്സ് വളരെ വ്യക്തമായ പിന്തുണ തന്നെയാണ് സഞ്ജുവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ട്രസ്റ്റ് ഇൻ ദ പ്രോസസ്, യു ഗോട്ട് ദിസ് സഞ്ജു എന്ന് പറഞ്ഞുകൊണ്ടാണ് സഞ്ജുവിന് പിന്തുണ നൽകിക്കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതെ, ആ സഞ്ജുവിൽ നമുക്ക് വിശ്വസിക്കാം. സഞ്ജു സാംസന്റെ യഥാർത്ഥ ഫോമിലേക്ക് തിരിച്ചെത്താൻ സഞ്ജുവിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിട. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ഒരിക്കൽ കൂടി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.